അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ശില്പിയായിരുന്നു. അവൻ സ്വന്തം കൈകളാൽ വിഗ്രഹങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരിക്കലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള വിചിത്രമായ പ്രതിമകളെക്കുറിച്ച് ഇബ്രാഹിം നബി അതിശയപ്പെട്ടിരുന്നു. ചിലപ്പോൾ അവൻ അവരോട് കളിക്കുമായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അന്ധാളിച്ചു. ഈ കൽവിഗ്രഹങ്ങൾക്ക് മുന്നിൽ ആളുകൾ സാഷ്ടാംഗം നമിക്കുന്നത് എന്തുകൊണ്ടെന്ന് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. ഒരു ദിവസം മർധൂഖ് പ്രതിമ നിർമ്മിക്കുന്ന സമയത്ത് നബി പിതാവിനോട് ചോദിച്ചു, ജനങ്ങൾ എന്തിനാണ് ഈ കളിപ്പാട്ടങ്ങളെ ആരാധിക്കുന്നത്? അവർ ഞങ്ങളുടെ ദൈവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. പിതാവ് മറുപടി പറഞ്ഞു, ദൈവങ്ങളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നാം അവരെ ആരാധിക്കണം. ഇവർക്കെന്താ ഇത്ര വലിയ ചെവികൾ എന്ന് ഇബ്രാഹിം നബി പിതാവിനോട് ചോദിച്ചു. ദൈവങ്ങളുടെ ദേവനായ മർധൂഖ് ആണ് ഈ പ്രതിമ. പിതാവ് മറുപടി പറഞ്ഞു, വലിയ ചെവി അതിൻ്റെ ആഴത്തിലുള്ള അറിവിനെ സൂചിപ്പിക്കുന്നു. ഇബ്രാഹിം നബിക്ക് ആ സമയത്ത് 7 വയസ്സേ പ്രായമുള്ളൂവെങ്കിലും തൻ്റെ ചിരി നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാലം കഴിയുന്തോറും ഇബ്രാഹിം നബി അറിവും ജ്ഞാനവും നേടി. അള്ളാഹു ഏക സത്യദൈവം ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. മുതിർന്നു വരുന്തോറും വിഗ്രഹങ്ങളോടുള്ള വിദ്വേഷവും അദ്ദേഹത്തിന് വർദ്ധിച്ചു വന്നു. ഇബ്രാഹിം നബിക്ക് ഇപ്പോൾ 16 വയസ്സായി. തൻ്റെ പിതാവുമായി അദ്ദേഹം ക്ഷേത്രത്തിൽ പ്രവേശിച്ചപ്പോഴെല്ലാം തൻ്റെ ജനങ്ങൾ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നതായി കാണാറുണ്ടായിരുന്നു. തൻ്റെ ജനം പാപമോചനം തേടുന്നതിന് യാഗങ്ങൾ അർപ്പിക്കുന്നതായി അദ്ദേഹം കണ്ടു. ഒരിക്കൽ ഇബ്രാഹിം നബി വീട് വിട്ട് സത്യദൈവത്തെ അന്വേഷിച്ച് നടന്നു. വളരെ കാലം അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അദ്ദേഹം ഒരു മലയിലെത്തി. അദ്ദേഹം മലമുകളിൽ കയറി ഒരു ഗുഹയുടെ അടുത്തെത്തി. അവൻ വളരെ കാലം അവിടെയിരുന്നു. ഒരിക്കൽ അദ്ദേഹം വളരെ തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ കണ്ടു. നക്ഷത്രത്തിൻ്റെ സൗന്ദര്യത്തെ കണ്ടപ്പോൾ ഈ നക്ഷത്രം അള്ളാഹുവാണെങ്കിലോ എന്ന് അദ്ദേഹം സംശയിച്ചു.